السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, മുജാഹിദ് പ്രവർത്തകരെ, സർവാധിനാഥനായ റബ്ബിൻ്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നു രണ്ടു പ്രാർത്ഥനകൾ ഈ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തണം എന്നെനിക്ക് തോന്നുകയാണ്. സത്യവും അസത്യവും ഏതാണെന്നറിയാതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിശദീകരണങ്ങളും പ്രഭാഷണങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ, കൂടുതലൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് നട്ടം തിരിയുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ കേരള ജമിയത്തുൽ ഉലമയുടെ വിശദീകരണം കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് അതാണ്. ഒരു വർഷമായി ഏകപക്ഷീയമായി നടത്തിവരുന്ന ആ വിശദീകരണ യോഗങ്ങളിലൂടെ നിരവധി തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു വിഭാഗം പച്ചയായ ശിർക്കിലേക്ക് പോയി എന്ന അതിഗുരുതരമായ ആരോപണവും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹക്ക് മനസ്സിലാകാൻ റബ്ബിനോട് നാം പ്രത്യേകം ദുആ ചെയ്യണം. പടച്ചവനെ, ഏതാണ് ഹക്കെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ. ഹക്കിന്റെ കൂടെ, ഹക്കിന്റെ അഹ്ലുകാരുടെ കൂടെ നിലകൊള്ളുവാൻ നാഥ നീ എന്നെ സഹായിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരത്തിൽ വജ്ജഹ്തുവിന് പകരമായി ഓതിയിരുന്ന ദുആഉൽ ഇഫ്തിതാഹ്, അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറ السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. നമ്മൾ ഇപ്പോൾ ആവർത്തിച്ച് പറയേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും രക്ഷിതാവേ, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, രഹസ്യവും പരസ്യവും അറിയുന്നവനെ, നീ നിന്റെ അടിമകൾക്കിടയിൽ വിധി പറയുന്നു. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിപ്പിലായിരിക്കുന്ന വിഷയങ്ങളിൽ. ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്, അഭിപ്രായ ഭിന്നതയുണ്ടായിട്ടുള്ള വിഷയത്തിൽ ഹഖിലേക്ക്, സത്യത്തിലേക്ക് നീ എന്നെ വഴി ചേർക്കണേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നീ സിറാത്തുൽ മുസ്തഖീമിൽ വഴി ചേർക്കുന്നു. ഈ പ്രാർത്ഥന, അല്ലെങ്കിൽ ഇതിന്റെ ആശയം നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം. ചെറുപ്പക്കാരായ അറബി അറിയുന്ന കുട്ടികളോട്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന ആവർത്തിച്ചു പറയണം. ഹക്കിലേക്ക് നമ്മൾ എത്തിക്കുവാൻ, സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ഉറച്ചു നിർത്തുവാൻ. അതുപോലെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ
ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. ഈ ഒരു പ്രാർത്ഥനയും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളും ഫിത്നകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദവിവാദങ്ങളും നടക്കുമ്പോൾ ഹക്കിന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ റബ്ബിന്റെ പ്രത്യേക തൗഫീഖ് വേണം. ആ തൗഫീഖിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, ഇനിയും നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനത്തിനിറങ്ങുമ്പോൾ പറഞ്ഞ ഒരു ദുആ ചൊല്ലിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചവനെ, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ. വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാക്കിൻ്റെ കെട്ടിക്കുടുക്ക് നീ അഴിക്കണേ. എന്ന് പറഞ്ഞാൽ നന്നായി സംസാരിക്കുവാൻ എനിക്ക് നീ കഴിവ് നൽകണേ. യഫ്ഖഹു ഖൗലി, കേൾവിക്കാരി എൻ്റെ വാക്ക് എന്താണെന്ന് ശരിക്കും ഗ്രഹിക്കുമാറ് സംസാരിക്കാൻ നീ എനിക്ക് കഴിവ് നൽകണേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സവിശേഷത? അത് മറ്റു പ്രസ്ഥാനങ്ങളെ പോലെയുള്ള കേവലം ഒരാൾക്കൂട്ടമല്ല. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ സലഫുകളുടെ മാർഗം പിന്തുടരണം എന്ന് പറയുന്ന ഒരു സവിശേഷ കൂട്ടായ്മയാണത്. പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനമാണത്. മാമൂലുകൾക്കോ നാട്ടു നടപ്പുകൾക്കോ ഐതിഹ്യങ്ങൾക്കോ പുരാണങ്ങൾക്കോ വില കൽപ്പിക്കാത്ത വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തു പറയുന്നുവോ അത് മാത്രമാണ് ഞങ്ങളുടെ ആദർശമെന്ന് ഉറക്കം പറയുന്ന ഏക പ്രസ്ഥാനമാകുന്നു സലഫി പ്രസ്ഥാനം. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഖുർആനിലും ഹദീസിലും ഉള്ളതെന്തോ അതാണ് ഞങ്ങളുടെ ആദർശം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഏതോ അതാണ് ഞങ്ങളുടെ ആദർശം. സലഫുസ് സാലിഹുകളായ സഹാബത്തും താബികളും താബിഉ താബികളും ഏതൊരു മാർഗത്തിലേക്കാണോ ക്ഷണിച്ചത്, ഏതൊരു നിലപാടിലാണോ നിലകൊണ്ടത്, അതാണ് ഞങ്ങളുടെ ആദർശം. ഇത്ര സുതാര്യമായി ക്ലിയർ കട്ടായി ആദർശത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്താൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? സാധ്യമല്ല. ഒരു ജമാഅത്തുകാരനോട് നിങ്ങൾ അവന്റെ ആശയത്തെക്കുറിച്ച് ചോദിച്ചാൽ, നിങ്ങൾ ടി മുഹമ്മദിന്റെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? സയ്യിദ് കുത്തുബിന്റെ മറ്റേ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഖുതുബാത്ത് വായിച്ചിട്ടുണ്ടോ? ഇസ്ലാം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് തുടങ്ങി അവരിറക്കിയ സാഹിത്യങ്ങളെ കുറിച്ച് ചോദിക്കും. അത് വായിച്ചാലേ മൗദൂദിയൻ ചിന്ത നിങ്ങൾക്ക് പിടികിട്ടുകയുള്ളൂ. എന്നാൽ മുജാഹിദുകൾ അത് പറയാറില്ല. നിങ്ങൾ ഖുർആൻ പഠിക്കണം, റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിക്കണം. പൂർവകാല മുസ്ലിമീങ്ങൾ എങ്ങനെ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചുവോ അതുപോലെ നിങ്ങൾ വ്യാഖ്യാനിക്കണം. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഖുർആനും സുന്നത്തും ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടുത്തെ മദ്ഹബിന്റെ ആളുകൾ പോലും പറയുന്നത് ഞങ്ങൾ ഖുർആനും സുന്നത്തിന്റെ ആളുകളാണെന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, സാധാരണക്കാർ പറയാറുണ്ട്, ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായി. നിങ്ങൾ കുറെ ആയത്തോതും അവർ കുറെ ആയത്തോതും. വേറൊരു കൂട്ടർ വന്ന് അവരും ഓതും ആയത്ത്, നാലാമതൊരു കൂട്ടർ വന്ന് അവരും ആയത്തും ഹദീസും തന്നെ. ഞങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ ആയത്തും ഹദീസും ഇന്ന് എല്ലാവർക്കും സുലഭമായി ഓതാൻ കഴിയുന്നുണ്ട്. പക്ഷേ പിന്നെന്താ വ്യത്യാസം? പിന്നെന്താ ഒരേ ഖുർആൻ കൊണ്ടും ഒരേ ഹദീസ് കൊണ്ടും വ്യത്യസ്ത വിരുദ്ധങ്ങളായ ആദർശാഭിപ്രായങ്ങളുള്ളവർ ഇങ്ങനെ ഉണ്ടായിത്തീർന്നു? അവിടെയാണ് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്. ഒരായത്ത് ഒരു ഹദീസ് അത് സഹാബത്താണല്ലോ അതിന്റെ പ്രഥമ അഭിസംബോധിതർ. അവർ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണമെന്ന് പറയുന്നവർ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സമസ്തക്കാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവർക്ക് പറയാനുള്ളത് എന്താ? വിശ്വാസ രംഗത്ത് നമ്മൾ അശ്അരി തരീഖത്ത്, അബുൽ ഹസൻ അശ്അരിയുടെ പേരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന തരീഖത്ത്, അതനുസരിച്ച് പ്രവർത്തിക്കണം. കർമ്മരംഗത്ത് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് സ്വീകരിക്കണം. പല സുന്നി പള്ളികളുടെയും ഭരണഘടനയിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. APEK സംസ്ഥാന എല്ലാ വിഭാഗങ്ങളും പറയുന്ന ഇതാണ്: വിശ്വാസത്തിൽ അശ്അരിയും കർമ്മശാസ്ത്രത്തിൽ ശാഫിഈയും. തെക്കൻ കേരളത്തിലുള്ള ദക്ഷിണ കേരള ജമിയത്തിലുള്ള മക്കാര് അവർ വിശ്വാസ രംഗത്ത് മാതുരീദിയും, കാരണം അവർ ഹനഫികളാണ്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് അബൂ ഹനീഫയുടെ മദ്ഹബുമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയോ സയ്യിദ് മൗദൂദിയും
സയ്യിദ് കുതുബും അതുപോലെയുള്ള ഇഖ്വാനുൽ മുസ്ലിമീന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നേതാക്കൾ അവരെങ്ങനെ ദീനിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെ മനസ്സിലാക്കണമെന്നാണ് അവർ ജനങ്ങളോട് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോട് അത്ര പ്രതിബദ്ധതയൊന്നുമില്ല. ബുദ്ധിക്ക് യോജിക്കാത്ത നിരവധി ഹദീസുകൾ തള്ളിക്കളഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ. ആൾ ഇന്ത്യ അഹ്ലെ ഹദീസിന്റെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹദീസ് നിഷേധത്തിനെതിരിൽ പുസ്തകങ്ങൾ ഉറുദുവിലിറക്കിയിട്ടുണ്ട്, അറബ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മൗദൂദിയുടെയും മൗദൂദിയൻ ചിന്താധാര സ്വീകരിച്ചവരുടെയും ഗ്രന്ഥങ്ങളിലുള്ള ഹദീസ് നിഷേധത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, മതത്തിന്റെ കാര്യത്തിൽ അഴകുഴമ്പൻ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അവർ പറയാറുള്ളത് ഞങ്ങളിൽ ഷാഫിയുണ്ട്, ഹനഫിയുണ്ട്, ഹംബലിയുണ്ട്, മാലിക്കിയുണ്ട്, ബറേലവിയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഷിയാക്കൾ പോലുമുണ്ട് എന്നാണ്. എന്നാൽ രാഷ്ട്രീയത്തിലോ അത് നിങ്ങൾ വേറെ മദ്ഹബൊന്നും, വളരെ ഒറ്റ മദ്ഹബ്, ശൂറാ കമ്മിറ്റി തീരുമാനിച്ചെടുത്ത മദ്ഹബെന്തോ അത്. ഇന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നവർക്ക് വോട്ട്, ഇന്ന മുന്നണിക്ക് വോട്ട്, ചിലപ്പോൾ വ്യക്തി നോക്കിയിട്ട് മൂല്യാധിഷ്ഠിത വോട്ട്, അതൊക്കെ ശൂറാ കമ്മിറ്റി തീരുമാനിക്കുന്നത് വരെ തെറ്റാതെ മുത്തഫിക്ക് ഹൽക്കകളിലും അതുപോലെ മേലൽ കമ്മിറ്റികളിലും ഒക്കെ ഉള്ളവർ സ്വീകരിച്ചു കൊള്ളണം. അതാണ് അവരുടെ നിലപാട്. പിന്നെയുള്ളത് തബ്ലീഗ് ജമാഅത്ത്. അവർ പറയുന്നത് എന്താ? നാലാലൊരു മദ്ഹബ് സ്വീകരിക്കൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ്. അപ്പൊ ശുദ്ധ തഖ്ലീദിലേക്കും സൂഫിസത്തിലേക്കുമാണ് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളികളിൽ വട്ടമിട്ടിരുന്നവർ വായിക്കുന്ന ഫളായിലെ അഅ്മാൽ എന്ന ഗ്രന്ഥം എഴുതിയ സക്കരിയ മൗലാന 4 തരീഖത്തിലെ ഗുരുവാണെന്നും പക്ക ഹനഫിയാണെന്നും അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സലഫി മൻഹജ്, സലഫ് സാലിഹുകളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി വേറിട്ടു നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ്. നമ്മളും മറ്റുള്ളവരുമായുള്ള തർക്കങ്ങളിലൊക്കെ ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് പരിശോധിച്ചാൽ സംഗതികളുടെ കിടപ്പും വേരും എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ച് ഭേദഗതി വരുത്തി ചാച്ചും ചരിച്ചും അങ്ങനെയല്ല. സലഫുകൾ എങ്ങനെ സ്വീകരിച്ചുവോ അങ്ങനെ സ്വീകരിക്കണം. ഈ ഒരു നിശ്ചയദാർഢ്യവും ഈ ഒരു കണിശതയുമാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകളെ വേറിട്ടു നിർത്തുന്നത്. ആ ഹദീസ് അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കോ, ശാസ്ത്രത്തിന് യോജിക്കോ, നമ്മൾ മുമ്പ് പറഞ്ഞു പോയ വാദഗതികൾക്കും വാചകങ്ങൾക്കും എതിരാകുമോ, ആളുകൾ എന്ത് വിചാരിക്കും, അവർ ഇത് സ്വീകരിക്കുമോ, ഇത്യാദി ചിന്തകളൊന്നും തന്നെ ഒരു സലഫി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകാൻ പാടില്ല എന്നതാണ് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന മൻ ഇസ്തബാനത ലഹു സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യജൂസു അൻ യദഅഹാ ലിഖൗലി അഹദിൻ. പ്രവാചകന്റെ ഒരു ചര്യ ആർക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ, വ്യക്തമായാൽ, വേറെ ഒരാളുടെ വാക്കിനു വേണ്ടിയും അത് ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ യോജിച്ചിട്ടുണ്ട്, ഏകാഭിപ്രായത്തിലായിട്ടുണ്ടെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊരു മുഖവുര നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് പ്രമാണങ്ങളോടുള്ള മുജാഹിദുകളുടെ സമീപനം അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമെന്നും പേറ്റില്ലമെന്നും ഒക്കെ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് പുളിക്കൽ. ഒരുപാട് പണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുള്ള ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനം നിലകൊള്ളുന്ന ഈ പ്രദേശത്ത് നമുക്കറിയാം, ഇവിടെ മരിച്ചുപോയ പുളിക്കൽ ഉണ്ണിക്കുട്ടി മൗലവി, നരിക്കുത്ത് മുഹമ്മദ് മൗലവി, ഹസൻ മൗലവി, അബ്ദുൽ ഗഫൂർ മൗലവി തുടങ്ങിയ പല പണ്ഡിതന്മാരും ഈ ആദർശത്തിനു വേണ്ടി ഇവിടെ നിലകൊണ്ടവരാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തുകാർക്ക് ഓർമ്മയുണ്ടാകും, കടബത്ത് മുഹമ്മദ് കുട്ടി സാഹിബ്, KC മാമുക്കോയ സാഹിബ് തുടങ്ങിയ നിഷ്കളങ്കരായ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ പ്രസ്ഥാന പ്രവർത്തനത്തിന് ധീരമായി മുന്നോട്ട് വന്നിരുന്നവർ. മക്ദി തങ്ങളുടെ കാലം മുതൽക്ക് KM മൗലവി, വക്കം മൗലവി, അതുപോലെ MCC സഹോദരന്മാർ NV അബ്ദുസ്സലാം മൗലവി, KP മുഹമ്മദ് മൗലവി, ഉമർ മൗലവി തുടങ്ങിയ ഈ പ്രസ്ഥാന കേരളീയ സലഫി തറവാട്ടിലെ കാരണവന്മാരിൽ നിന്ന് തന്നെ ആദർശം സ്വീകരിച്ച പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പുളിക്കൽ പ്രദേശമെന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാനും അനുസ്മരിക്കാനും കഴിയും. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പുളിക്കൽ ജീവിക്കുന്ന മുജാഹിദ് പ്രവർത്തകരും കുടുംബങ്ങളും സഹോദരങ്ങളും ചിന്തിക്കണം. പഠനം ഇന്ന് വളരെ കുറഞ്ഞുപോയി. ഒരുപാട് പണ്ഡിതന്മാരുടെ പാദസ്പർശമേറ്റ ഈ പുളിക്കലിൽ വിജ്ഞാനത്തോടുള്ള ദാഹം കുറഞ്ഞുപോയി. പുളിക്കൽ കോളേജ് ഉണ്ടെങ്കിലും അവിടെ വന്ന് പഠിക്കുന്നത് അന്യനാട്ടുകാരാണ് അധികവും, പുളിക്കക്കാര് കുറവാ. ജാമിയ സലഫിയയുണ്ട്, മദീനത്തുൽ ഉലൂമുണ്ട്,
പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്ര പഠിക്കുന്നുവെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പുളിക്കല മുജാഹിദ് പ്രവർത്തകർ പഴയ പാരമ്പര്യം തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. യഥാർത്ഥ സലഫി മാർഗത്തിലേക്ക്, KM മൗലവിയെ പോലെയുള്ള മഹാരഥന്മാർ പറഞ്ഞ മാർഗത്തിലേക്ക് നാം മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ചില പണ്ഡിതന്മാർ രോഗികളായി ആശുപത്രിയിൽ വിഷമത്തിലാണ്. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം വേഗം ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മോയിൻകുട്ടി മദനി കുറെ കാലമായിട്ട് ജിദ്ദയിലാണ്. അദ്ദേഹം ജിദ്ദയിൽ നിന്ന് വന്ന് നേരെ ആശുപത്രിയിലേക്കാണ്. അദ്ദേഹവും അല്പം പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അദ്ദേഹത്തിനും അള്ളാഹു വേഗം രോഗം ശിഫിയാക്കി കൊടുക്കുകയും രണ്ടുപേരുടെയും കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും ആശ്വാസവും നൽകുകയും ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ പരിപാടി നാം ഉദ്ദേശിച്ചതിലും നേരത്തെ നിർത്തേണ്ടി വന്നു. എന്നിരുന്നാലും നമ്മുടെ നിയമപാലകർ നമ്മോട് സഹകരിക്കുകയും പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഇന്നും നമുക്ക് പരിപാടി നടത്താൻ അവർ അനുവാദം തരികയും ചെയ്തു. അതിന് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പലവിധ സമ്മർദ്ദങ്ങൾ ഈ പരിപാടി നടക്കാതിരിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ശരിയായ ഖുറാഫികളുടെ സ്വഭാവത്തിലേക്ക് നമ്മുടെ ആളുകൾ അധപ്പതിച്ചു പോയി. മുജാഹിദ് ആദർശം സ്വീകരിച്ച് ആ ആദർശമാണ് അജയ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. വെല്ലുവിളികളെ അതിജീവിച്ച സലഫി ആദർശം, അതാണ് ഈ പ്രമേയത്തിന്റെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ. സലഫി ആദർശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ആദർശത്തിന് വേണ്ടിയാണ് ഇതിന്റെ പ്രവർത്തകർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുക, സംഘടന അവരോട് വിശദീകരണം ചോദിക്കുക, ചിലരെയൊക്കെ പുറത്താക്കുക. കണ്ണൂരിൽ നമ്മുടെ പരിപാടി കേൾക്കാൻ വന്ന ഒരു പള്ളിയിലെ ഇമാമിനെ പിറ്റേന്ന് തന്നെ പുറത്താക്കി. കൊല്ലം ജില്ലയിൽ പലർക്കും ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നു. എന്താ? സക്കരിയ സലാഹിയുടെ വിശദീകരണ യോഗം കേൾക്കാൻ പോയി. നാണക്കേട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ഇപ്പൊ ഇതവിടെ മദീനത്തുൽ ഉലൂമിലെ കുട്ടികൾക്ക് ഇവിടെ വരാൻ പാടില്ല, ജാമിയ സലഫിയയിലെ കുട്ടികൾക്ക് ഇവിടെ വരാൻ പാടില്ല. അതേ സമയത്ത് KNMന്റെ പരിപാടിക്കോ ബിരിയാണി ചെമ്പുമായിരിക്കും ജാമിയയിലെ കുട്ടികൾ. മഞ്ചേരി ഉണ്ടെങ്കിലും അവർ തന്നെ, കൊലിക്കലുണ്ടെങ്കിലും അവർ തന്നെ, എല്ലായിടത്തും ആട്ടിത്തെളിച്ച് കൊണ്ടുപോകല ബസ്സും പിടിച്ചിട്ട്. ആ ബിരിയാണി ചെമ്പ് ഇങ്ങോട്ട് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പോകേണ്ടവർ പോയിക്കോട്ടെ, കേട്ടോട്ടെ എന്നല്ലേ പറയേണ്ടത്. നമ്മളിവിടെ വല്ല നിരീശ്വരവാദോ നിർമ്മതവാദോ എന്തെങ്കിലുമാണോ പ്രസംഗിക്കുന്നത്? വേണ്ട. ഹുസൈൻ മടവൂരും കൂട്ടരും സംഘടനയെ പിളർത്തി പുറത്തുപോയി നേതാക്കന്മാരെ കുറിച്ച് അങ്ങേയറ്റത്തെ കുപ്രചരണങ്ങൾ നടത്തി ഇവിടെ മീറ്റിംഗ് നടത്തിയപ്പോൾ അതിന് പോകരുത് എന്നൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. എന്തേ ഇപ്പോ ചേകനൂര് പുറത്തുപോയി ചേകനൂരിന്റെ പ്രസംഗം കേൾക്കുന്ന സർക്കുലർ ഇറക്കിയതോ? CN അഹമ്മദ് മൗലവി പുറത്തുപോയി CN മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിക്കരുത് എന്ന് ഇറക്കിയിരുന്നോ? അതാണ് പഴയ മുജാഹിദ് നേതാക്കളും ഇപ്പോഴത്തെ നേതൃത്വവും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. നോക്കിങ്ങൾ, ഈ മുജാഹിദ് ആദർശ സമ്മേളനത്തിന്റെ പോസ്റ്ററുകൾ പരക്കെ കീറുക. ചാലിയം നമ്മളെ പ്രസിഡന്റിന്റെ അടുത്ത നാടാ, അവിടെയാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റർ കീറൽ നടന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. പുളിക്കൽ ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചിങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് കീറുക, പെർമിഷൻ മുടക്കാൻ നോക്കുക, പരിപാടി കേൾക്കാൻ പോകരുതെന്ന് പറയാ, പരിപാടിക്ക് വരുന്നോടത്ത് ചാരന്മാരെ ഏർപ്പെടുത്തുക. ആരൊക്കെ വരുന്ന് എന്നിട്ട് നോട്ട് ചെയ്യുക, ഓനെ ഫോട്ടോ എടുക്കുക. കോളേജിൽ നിന്ന് പുറത്താക്കി, ബുസ്താനുൽ ഉലൂമിൽ നിന്ന് കുറച്ച് കുട്ടികളെ തന്നെ പുറത്താക്കി. ആ കോളേജിന്റെ 2 കെട്ടിട അപ്പുറത്തുള്ള പരിപാടിക്ക് വന്നതിന് നോക്കണം. ആ കുട്ടികൾ ചിലരൊക്കെ വേങ്ങര മനാറുൽ ഹുദയിൽ വന്ന് ചേർന്നിരിക്കുക. അപ്പോ പുളിക്കുന്ന ചില കുട്ടികൾ ഇന്നലെ വന്നതിന് അവരെ പ്രത്യേകം പാത്രം കഴിച്ചത്രേ. നോക്കണം എവിടെ എത്തി നമ്മുടെ പ്രസ്ഥാനം. സർക്കുലർ ഇറക്കിയില്ലേ, ഇടയലേഖനം ഇറക്കിയില്ലേ പരിപാടിക്ക് പോകരുതെന്ന്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഖുറാഫികളുടെ സ്വഭാവം. ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? പരിപാടി നടക്കുന്നതിന് മുമ്പേ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുക, നോട്ടീസ് ഇറക്കുക. ഖുറാഫികളുടെ മുഴുവൻ സ്വഭാവം ഇപ്പൊ അവർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരാപ്പ നവ ഖുറാഫികൾ? ഞങ്ങളാണോ? ഞങ്ങൾ പറയുന്നത് അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും പ്രസംഗിക്കുന്നത് പോണത് കേൾക്കണം എന്നാ പറയുന്നത്. ഇവരതല്ല പറയുന്നത്. എവിടെ ജാമ്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന്, മദീനത്തുൽ ഉലൂം കുട്ടികളെ കൊണ്ടുവന്ന്, ജാമ്യ സലഫിയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ഒക്കെ ഇവിടെ നടക്കുക. എന്നിട്ട് ആ KNM വിശദീകരണം. നമ്മൾ ആരെയും കൊണ്ടുവരാൻ നമ്മൾ ആരെയും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല, വണ്ടി വിളിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അത് പോകാൻ പാടില്ല എന്ന് ഊരി വലിക്കും. എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? ഇത് മാത്രം ചിന്തിച്ചാൽ മതി സാധാരണക്കാരെ. ഇവരെ കയ്യിൽ തെളിവും ന്യായവുമില്ല, കുതന്ത്രവും കുത്തിത്തിരിപ്പും മാത്രമാണ് ഈ മൂവർ സംഘത്തിനുള്ളത്.
ഇത്രയേറെ മുജാഹിദ് പ്രസ്ഥാനം നാണം കെടുകയും തരം താഴുകയും ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ കഴിഞ്ഞ കാല ചരിത്രത്തിലില്ല. ഇതൊരു പുതിയ ചരിത്രം തുടങ്ങുകയാണ്. പക്ഷേ ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇത് വെയിലിൽ വാടുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. സ്വഹാബത്തിന്റെ ത്യാഗങ്ങൾ കേട്ട് വളർന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികളാണ് ഈ ആദർശത്തിനു വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ, 10 രൂപയുടെ മെമ്പർഷിപ്പ് കാണിച്ച് പേടിപ്പിച്ചാൽ പേടിക്കുന്നവരല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് സർക്കുലർ ഇറക്കുന്നവരും വിചിന്തനത്തിലൂടെ ഭീഷണി മുഴക്കുന്നവരും ഓർമ്മിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയം നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. മുജാഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ വേണ്ടി 2006 മുതൽ അബ്ദുസ്സലാം സുല്ലമി ഉണ്ടാക്കിയ ഒരു പുതിയ തൗഹീദ് ഞാൻ ഇന്നലെ സെൻസിംഗിൽ നിന്ന് വായിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജിന്ന് ജ്യോത്സ്യന്മാരെ സഹായിക്കും, മന്ത്രവാദികളെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക്, അല്ലെങ്കിൽ സിഹർ ചെയ്യുന്ന സാഹിറിനെ ശൈത്താൻ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക്. ഇങ്ങനൊരു പുതിയ ശിർക്കും തൗഹീദും 2006 ഉണ്ടാക്കിക്കൊണ്ട് പുതിയ തൗഹീദ് ഉണ്ടാക്കി മുജാഹിദുകളുടെ മേൽ ശിർക്ക് ആരോപണം നടത്തി. അത് കഴിഞ്ഞ് അതിനെ നമ്മളെല്ലാവരും എതിർത്തു. എവിടുന്ന് കിട്ടി സുല്ലമി നിങ്ങൾക്ക് ഈ പുതിയ തൗഹീദ്? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത തൗഹീദാണല്ലോ എന്ന് നമ്മളൊക്കെ സംസാരിച്ചു. പക്ഷേ 2012 കൃത്യം 6 വർഷം തികഞ്ഞപ്പോഴേക്കും ആ തൗഹീദിന്റെ ചില കഷ്ണങ്ങൾ, അതിന്റെ ചില ഭാഗങ്ങൾ കടമെടുത്തുകൊണ്ട് 2012 അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും വേറെ ഒരു തൗഹീദ്, പുതിയ തൗഹീദുമായിട്ട് രംഗത്ത് വന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാല് അബ്ദുറഹ്മാൻ സലഫിയെയും കൂട്ടരെയും അംഗീകരിക്കാത്തവരൊക്കെ അവർ കൊണ്ടുവന്ന പുതിയ തൗഹീദ് മാനദണ്ഡം അനുസരിച്ച് മുശ്രിക്കുകളാണ്. അങ്ങനെ ആരോപിക്കുക. യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം. യാ ഇബാദല്ലാഹ് യഹ്ബിസു, അല്ലാഹുവിന്റെ അടിമകളെ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കണം എന്നൊക്കെ വിളിച്ചു പറയാൻ, മരുഭൂമിയിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയാൻ നിർദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവ് കൊണ്ടുവരുമ്പോ അതിന് നമ്മുടെ മുൻഗാമികൾ കൊടുത്ത മറുപടി, ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ കൊടുത്ത മറുപടി, കേരളത്തിലെ മുജാഹിദുകൾ കൊടുത്ത മറുപടി, അത് ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. സൈനി ദഹ്ലാനെ പോലെയുള്ള, അഹമ്മദ് ബാഷിയെ പോലെയുള്ള തരീഖത്ത് നേതാക്കന്മാരും പലരും, പല സൂഫികളും ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചപ്പോൾ നമ്മുടെ ഉലമാക്കൾ കൊടുത്ത മറുപടി, ഇവിടെ മണ്ണാർക്കാട് സംവാദത്തിൽ നാം കൊടുത്ത മറുപടി, 1980കളിൽ ശബാബിൽ നാം കൊടുത്ത മറുപടി, ഞാൻ ഇന്നലെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 80കളിൽ ഈ മറുപടി വരുമ്പോൾ KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിപ്പുണ്ട്, ഉമർ മൗലവി ജീവിച്ചിരിപ്പുണ്ട്. KP എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളും സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹദീസ് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഇസ്തിഗാസക്ക് ന്യായം കണ്ടെത്തിയവരോട് നാം ഒന്നാമതായി കൊടുത്ത മറുപടി ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല, അത് ഹുജ്ജത്തല്ല. രണ്ടാമതായി കൊടുത്ത മറുപടി ഇത് സ്വഹീഹാണ്, സ്വീകാര്യമാണ് എന്ന് വന്നാൽ തന്നെയും, അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെയും അതിൽ തർക്കത്തിരിക്കുന്ന ഇസ്തിഗാസക്ക് യാതൊരു തെളിവും അതിലില്ല. ഈ മറുപടിയാണ് 2007 അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹ് ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് മുജാഹിദുകൾ KNM-കാർ ശിർക്കിലെത്തി എന്ന് വാദിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി രംഗത്ത് വന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് കൊടുത്ത മറുപടി. ഒരിക്കലും തന്നെ ഒരു ദുർബല ഹദീസ് സ്വീകരിക്കാമെന്നോ അതനുസരിച്ച് അമൽ ചെയ്യാമെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ ദുർബല ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യണമെന്നും ഈ ദുർബല ഹദീസ് സ്വീകരിക്കണമെന്നും നമ്മൾ ജനങ്ങളോട് പറയുന്നുണ്ട് എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയുകയാണ്. ആരാ മറുപടി പറയുന്നത്? ഏതെങ്കിലും ചോട്ടാ നേതാക്കന്മാരല്ല. ഈ മൂവർ സംഘത്തിന്റെ വലിയ ഉസ്താദ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ ക്ലിപ്പ് തന്നെ നിങ്ങൾ കേട്ടോളൂ. അബ്ദുറഹ്മാൻ സലഫി പറയുകയാണ്, ദുർബല ഹദീസും പിടിച്ച് നടക്കുകയാണ്, ഇനി സമസ്തക്കാരോട് നിങ്ങൾ എന്ത് മറുപടിയാ പറയാ? നാളെ ഖുറാഫി നിന്നോട് ചോദിക്കും, ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ മാറും. സുബൈക്ക് ഖുനൂത്തോലാന്നുള്ളത് ഫലം യസൽ യഖുനുത് ഹത്താ ഫറഖത് ദുനിയ എന്ന ഹദീസിലെ ലഈഫാന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ അമൽ ചെയ്യണത്, അതുകൊണ്ട് ഖുനൂത്തിനെ എതിർക്കണ്ടടോ, ബിദ്അത്താന്ന് ഇതുവരെ പ്രസംഗിച്ചതൊക്കെ മാറ്റി പറയ്, ഖുറാഫിന്റെ കൂടെ പോ. അതല്ലാതെ എന്ത് പറയാനാ? ഈ കൂട്ടപ്രാർത്ഥന നടത്താൻ ഖുറാഫി പറയും, അതിന് ഹദീസ് ഉണ്ട്, ലഈഫെന്നല്ലേ ഉള്ളൂ, ലഈഫ് കൊണ്ട് അമൽ ചെയ്യാന്ന് ഇപ്പം പറഞ്ഞില്ലടോ വഹാബി. എന്താ മറുപടി പറയാ? അതേപോലെ പള്ളമ്മ കയ്യട്ടാം, പൊക്കിളിന്റെ താഴെ കയ്യട്ടാം,
ഹദീസുണ്ട്, ലൈഫാന്നല്ലല്ലോ. ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ മാറുമെന്ന്, ശിർക്കല്ലാതാവുമെന്ന് എടോ സക്കരിയ സ്വലാഹി ജബ്ബാർ മൗലവി നിങ്ങൾ പറഞ്ഞില്ലേ? അതിനെ ഞങ്ങളും ചെയ്യുന്നത്. പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എന്താടോ മറുപടി പറയാതിന്? എന്ത് മറുപടിയാ പറയാൻ സാധിക്കുക? മറുപടി അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഞങ്ങളെ കണ്ട് മറുപടി. ഞങ്ങൾ ഒരു കാലത്തും ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ക്ലിപ്പോ ഒരൊറ്റ ലേഖനത്തിന്റെ തുണ്ടമോ കൊണ്ടുവരാൻ സാധ്യമല്ല നിങ്ങൾക്ക്. എന്താ പ്രസംഗിച്ചത്? എന്റെ ശിഷ്യന്മാരെ മതി സക്കരിയാനെ നേരിടാൻ. എന്നിട്ടോ മൂവർ സംഘം തന്നെ നാട് നിരങ്ങുകയല്ലേ വിശദീകരിക്കാൻ. 10, 12, 15 മണിക്കൂർ വിശദീകരിച്ചിട്ട് തികയുന്നില്ല, ആളുകൾക്ക് ക്ലിയർ ആകുന്നില്ല. കൊല്ലത്ത് വെച്ച് അനസ് മുസ്ലിയാർ പറയാണ്, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചു, രാവിലെ 10 മണി മുതൽ മഗ്രിബ് വരെയും വിശദീകരിച്ചു, നിന്നെ കൊണ്ട് ഇത് ക്ലിയർ ആക്കി തരാൻ കഴിയൂല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അല്ലാഹു ഒരു മനുഷ്യന് കഴിയണല്ലാതെ കൽപ്പിച്ചിട്ടില്ലല്ലോ. ഈ ഒരു ഗതികേടിലല്ലേ നിങ്ങൾ എത്തിപ്പെട്ടത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലഈഫായ ഹദീസ് കൊണ്ട് ഹുക്മ മാറുമെന്ന്? യാ ഇബാദല്ലാഹ് എന്ന ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്ന് ഒരൊറ്റ ഖുറാഫിയും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ സുബഹിന്റെ ഖുനൂത്തിന്റെ ഹദീസും അതുപോലെ വയറ്റത്ത് കയ്യേട്ടേണ്ട ഹദീസും എല്ലാ ഹദീസിന്റെയും ദുർബലത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ദഈഫായ ഹദീസും പിടിച്ച് ഞങ്ങൾ നടക്കുകയാണെന്ന് മുജാഹിദുകൾക്കിടയിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചിട്ട് അതിന് മറുപടി പറയുക. ഈ നിഴൽ യുദ്ധം ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ തന്നെയാണ് ഞങ്ങളെ വിശദീകരണം. ഇല്ലാത്ത വാദങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ചിട്ട് അതിന് മറുപടി പറയുക. ആരോടാ പറയുന്നത്? ജാമിഅയിൽ നിന്നിട്ട് തന്റെ വാക്കുകൾ കേൾക്കുന്ന റാൻമൂളികളും താൻ പറയുന്നതിനെതിര് പറഞ്ഞാൽ പുറത്താക്കുമെന്ന് പേടിച്ച് പൂച്ചയുടെ മുമ്പിൽപ്പെട്ട എലിയെ പോലെ വിറക്കുന്ന ജാമിയയിലെ കുട്ടികളോടും പറയാ, എടാ സക്കരിയ സലാഹി കൊണ്ടുവാ എന്നൊക്കെ. തന്റെ വൈരനിര്യാതനം കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ കരഞ്ഞു തീർത്തോ ജാമിയയിൽ നിന്നിട്ട്. ഈ പാവനമായ സ്ഥാപനത്തെ ഇതിന് ദുരുപയോഗപ്പെടുത്തുന്നത് മുജാഹിദുകൾ അനുവദിക്കുമെന്ന് കരുതേണ്ടതില്ല. ഞങ്ങളാരും ഈ ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. മരുഭൂമിയിൽ ചെന്നാൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് യാ അല്ലാഹ് എന്ന് വിളിക്കണമെന്നാ. നിങ്ങൾ പറയുന്നതോ മഞ്ചേരിയോ എന്ന് വിളിച്ചോളീൻ. ഞങ്ങൾ പറയില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഞങ്ങൾ യാ അല്ലാഹ് യാ റഹ്മാൻ എന്നാ വിളിക്കേണ്ടത്, മഞ്ചേരിയോ നല്ല വിളിക്കേണ്ടത്. ദുർബലമായ ഹദീസ് ആരാണ് ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്? ഖുബൂരികളാ കൊണ്ടുവന്നത്. അതിന് നമ്മളെന്താ മറുപടി കൊടുത്തത്? 2004 ഞാൻ കൊടുത്ത മറുപടി. ജിദ്ദയിലെ പ്രസംഗത്തിലെ ക്ലിപ്പ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചില്ലേ? 10-20 മിനിറ്റ് എടുത്ത്. എന്തിനാണ് ആ ദുർബല ഹദീസ് ഇങ്ങനെ ചർവണം ചെയ്തത്? ചോദിച്ച അബ്ദുറഹ്മാനോട് ദുർബലമായ ഹദീസാണ് കൊണ്ടുപോടാ എന്ന് പറഞ്ഞാ പോരെ? ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിൽ നിന്നും ഒരു ക്ലിപ്പ് എടുത്ത് അബ്ദുറഹ്മാൻ സലഫി ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന ആളാണ്, ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ആളാണെന്ന് ഒരെതിരാളി പറഞ്ഞാൽ അതെത്രമാത്രം ദുർബലമാണോ അതുപോലെ ദുർബലമാണിത്. ആ ഹദീസിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഒരേ വാദം. ഇപ്പോൾ നിങ്ങൾ വാദം മാറ്റി. ഇപ്പോൾ നിങ്ങൾ പുതിയ തൗഹീദ് കൊണ്ടുവന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഈ ചർച്ച വളരെ സജീവമാക്കി കൊണ്ടുവന്ന അബ്ദുസ്സലാം സുല്ലമിയുടെ പുതിയ തൗഹീദ് നിങ്ങൾ കടമെടുത്തു. 2007 ഇസ്ലാഹി ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി എഴുതി കൂട്ടിയ ചവറുകൾ, ആ ചവറുകൾ ഇപ്പോൾ നിങ്ങളാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഖുബൂരികൾ ഉയർത്തിയ വെല്ലുവിളിക്കും മടവൂരികൾ ഉയർത്തിയ വെല്ലുവിളിക്കും സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന് മറുപടി പറഞ്ഞവരാ ഞങ്ങള് സംഘടനയിൽ ഫിത്തനയും ഗൂഢാലോചന നടത്താൻ നിൽക്കല്ല. ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ദാഇമാരായിക്കൊണ്ട് എഴുതിയും പ്രസംഗിച്ചും ഞങ്ങൾ ആ പ്രതിസന്ധിയെ നേരിട്ടു. നിങ്ങൾ എന്തു ചെയ്തു? ഈ ഖുബൂരികൾ ജിന്നുസിഗർ വിഷയം വന്നപ്പോ ചന്ദ്രികയിൽ ലേഖനം എഴുതി, സത്യധാരയിൽ എഴുതി, സുന്നി അഫ്കാറിൽ എഴുതി. നിങ്ങൾ ആരാ മറുപടി കൊടുത്തത്? ഇസ്ലാഹ് മാസികയാണ് മറുപടി കൊടുത്തത്. മുജാഹിദുകളോട് 25 ചോദ്യങ്ങൾ എന്ന പേരിൽ കേരളം മുഴുവൻ യാത്ര നടത്തി. ഈ ലീഗ് സുന്നികൾ, APK സുന്നികൾ നമുക്കെതിരിൽ കുപ്രചരണം നടത്തിയപ്പോൾ മറുപടി കൊടുത്തോ നിങ്ങൾ? വിചിന്തനത്തിലൂടെ നിങ്ങൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുത്തോ ജനങ്ങളോട്? ഇല്ല. ഈ ഉള്ളവനാണ് ഇസ്ലാഹ് മാസികയിൽ ലേഖനം എഴുതിയത്. പിന്നീട് അത് പുസ്തകമാക്കി അമ്പലക്കടവ് ഫൈസൽ അന്തം കെട്ട ചോദ്യങ്ങൾ എന്ന പേരിൽ 25 ചോദ്യത്തിന് മറുപടിയും കൊടുത്തു. 50 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ?
ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ കാവലാൾ നിൽക്കുവാൻ ഇയാൾ എവിടെയായിരുന്നു ഇത്രകാലം? ഇപ്പൊ സംഘടനയുടെ നേതൃത്വം പിടിച്ചെടുക്കാൻ പുതിയ തൗഹീദും പുതിയ വ്യാഖ്യാനവുമായി വന്ന് മുജാഹിദ് പ്രവർത്തകരുടെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ്. ഞാൻ പറയട്ടെ, ജബ്ബാർ മൗലവിയുടെ ലേഖനം, ആ ലേഖനം നിങ്ങൾ തിരുത്താൻ പോയി എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങളും മനസ്സും പോയി എന്ന് പറയുന്നു. എന്നിട്ട് അനസ് കുറെ നേരം കാത്തിരുന്നത്രേ. ഞാൻ മഞ്ചേരിയിൽ വെച്ച് പറഞ്ഞു, അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞു, രാവിലെ എന്റെ വീട്ടിൽ വന്നു, വൈകുന്നേരം വരെ നിന്നു, വീട്ടിൽ നിന്ന് ചോറ് തിന്നു എന്നൊക്കെ പറയുന്നത് കളവാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിക്കാണ് അവർ വന്നത് എന്നാണ്. എന്നിട്ടോ അല്പനേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ അനസ് മുസ്ലിയാർ പറഞ്ഞു, അതിൽ പ്രാർത്ഥനയില്ല എന്ന് എനിക്ക് മനസ്സിലായി, എന്റെ ഖഫാവ് തീർന്നു. എന്നിട്ട് തുറക്കലിൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആര്? അനസ് മുസ്ലിയാർ. എന്നിട്ട് മഗ്‌രിബിന് ശേഷം അബ്ദുറഹ്മാൻ സലഫി വന്നത്രേ, പള്ളിയിൽ ഇരുന്ന് സംസാരിച്ചത്രേ, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചത്രേ എന്ത്? അത് ശിർക്കാണെന്ന്. ശരി, നിങ്ങൾക്ക് രണ്ടാക്കെങ്കിലും അത് ശിർക്കാന്ന് ഉറപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ 2009 ന്യായീകരിച്ചത്? 2011 വരെ നിങ്ങൾ ന്യായീകരിച്ചത്? ഇതിനല്ലേ പച്ചയായ നിഫാഖ് എന്ന് പറയുക, കാപട്യം എന്ന് പറയുക? പറയുന്നത് എന്താണെന്നോ, സംഘടനയിൽ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നതോ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ബിംബാരാധനയ്ക്ക് തുടക്കം കുറിച്ചതുപോലുള്ള പ്രവൃത്തിയാണ് എന്നാണ്. അംർ ഇബ്നു ലുഹയ്യ ബിംബം നാട്ടിയതുപോലെയാണ് ആ ലേഖനം എന്നാണ് നിങ്ങൾ പറയുന്നത്. മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് പറയുന്നത് പോലെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനവും. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയുകയാണ് മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല, അയാളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമോ? അയാളെ നിങ്ങൾ സംഘടനയിൽ സംരക്ഷിക്കുമോ? പിന്നെ എന്തിനാണ് ഈ കാപട്യം ഇപ്പോൾ നിങ്ങൾ വിളിച്ചു പറയുന്നത്? 2007 എഴുതിയ ലേഖനം 2011 വരെയും നിങ്ങൾ ന്യായീകരിച്ചു. 2009 അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ച ക്ലിപ്പാണ്, ജാമിയയിലെ ക്ലിപ്പും ജിദ്ദയിലെ ക്ലിപ്പും ഇന്നലെ ഞാൻ ഇട്ടത്. പിൻവലിച്ചോ നിങ്ങൾ ആ CD? മാപ്പ് പറഞ്ഞോ നിങ്ങൾ കേരളത്തോട്? ഇത് നിങ്ങളുടെ മാത്രം ഒരു ആദർശമല്ല, ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശമാണ്. ആ ആദർശത്തിൽ ഇത്ര ഭീമമായ ഒരു തിരുത്ത് നിങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾ ഈ മൂവർ സംഘം മാത്രം പഠിച്ചാൽ മതിയോ? മറ്റുള്ളവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ? ഇല്ല എന്നതാണ് വാസ്തവം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ അട്ടിമറി നടത്തുകയാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തത്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം വന്നു, അത് കുബൂരികളും മടവൂരികളും ഏറ്റെടുത്തു. മടവൂരികൾ ഏറ്റെടുത്തതിനെ കുബൂരികൾ പൊലിപ്പിച്ചു. അമ്പലക്കടവ് ലേഖനം എഴുതി, അമ്പലക്കടവ് പ്രസംഗിച്ചു. അപ്പോൾ അനസ് മുസ്ലിയാർ അതിന് കൊടുത്ത മറുപടിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സ്ക്രീനിൽ നോക്കിക്കോളൂ. ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്, ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. കണ്ടോ? അമ്പലക്കടവ് ഫൈസിയോട് പറയാണ്, അതിലങ്ങനെ ഇല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. നിങ്ങൾ പറഞ്ഞത് കളവാണ്. കളവേ പറയൂ, അതേ പ്രചരിപ്പിക്കൂ, അതെല്ലാവരും സ്വീകരിച്ചോളണം. ഇന്ന് അനസ് മുസ്ലിയാർക്ക് മറുപടി പറയാൻ കഴിയോ? വൈയില്ല. ഇന്ന് അതിന് ശിർക്കുണ്ട്. അമ്പലക്കടവ് അന്ന് പറഞ്ഞതുപോലത്തെ ശിർക്ക് അതിലുണ്ടെന്ന് ഇപ്പോൾ ഇവർ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫിയുടെ പുതിയ തൗഹീദ് അനുസരിച്ച് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ പച്ചയായ ശിർക്കുണ്ട്. അപ്പൊ അന്ന് അമ്പലക്കടവ് പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞ അനസ് മുസ്ലിയാർ ഇപ്പോൾ പറയുന്നു, അമ്പലക്കടവ് ഫൈസി ക്ഷമിക്കണം, അന്ന് പറഞ്ഞു പോയത് മാപ്പാക്കണം, ഞങ്ങളുടെ തൗഹീദ് മാറിയിരിക്കുന്നു. 2012 ഞങ്ങൾ പുതിയ തൗഹീദ് ഇറക്കുമതി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അന്ന് കളവാണെന്ന് പറഞ്ഞത്
ഞാനിതാ മുൻകൂർ ജാമ്യത്തോടു കൂടി മുൻകാല പ്രാബല്യത്തോടു കൂടി പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ഗതികേടല്ലേ മുസ്ലിയാരെ നിങ്ങൾക്ക് വന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു സമാനമായ ഒരു സംഗതിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു തൗഹീദിന്റെ അടിസ്ഥാനപരമായ വിഷയത്തിൽ ശിർക്കല്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞൊരു വിഷയം, പിന്നെ ശിർക്കാണെന്ന് പറയേണ്ട ഒരു ഗതികേട്, ഈ പ്രസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ ഒരു പുതിയ വ്യാഖ്യാനം ആരാണ് ഇതിന് ഉത്തരവാദി? സക്കരിയ സലാഹിയാണോ ഈ പുതിയ തൗഹീദ് കൊണ്ടുവന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവിയാണോ ഈ പുതിയ തൗഹീദ് കൊണ്ടുവന്നത്? അല്ലേ അല്ല, കൊണ്ടുവന്നത് ഇവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഇശാ നമസ്കാരത്തിന് ശേഷം ആ ക്ലിപ്പിന്റെ ബാക്കി കൂടി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ക്ലിപ്പ് അനസ് മുസ്ലിയാർ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹ് ലേഖനത്തിൽ ശിർക്കില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇപ്പോൾ പറയുന്നതോ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് പച്ചയായ ശിർക്കാണ് എന്നാണ്. എന്നാൽ അദ്ദേഹം ആ പറഞ്ഞതിന്റെ ബാക്കി കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. അമ്പലക്കടവ് ഫൈസി പറയുന്നതിന് മറുപടി പറയാണ്. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ, അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത് കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്. ഇവര് പണ്ടേ ചോദിക്കണ്ട്, പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്, യാ ഇബാദല്ലാഹ് എന്നില്ലേ? അപ്പോ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ആ വാചകത്തിൽ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, എന്നിട്ടാണ് ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്ന് കൊടുത്ത്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല എന്ന് പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് അത് ശിർക്കുമല്ല. ഇത് വളരെ വ്യക്തമായി അനസ് മുസ്ലിയാർ ന്യായീകരിക്കുകയാണ്. അദ്ദേഹത്തിന് ജബ്ബാർ മൗലവിന്റെ അടുത്ത് വന്നിട്ട് ബോധ്യപ്പെട്ടു അതിന് ശിർക്കില്ല, അത് മനസ്സിലായി, എനിക്ക് ഖഫാ തീർന്നു, എനിക്ക് അവ്യക്തത നീങ്ങി എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സിൽ തട്ടി പ്രസംഗിച്ചതാണത്. അദ്ദേഹത്തിന് ബോധ്യം വന്ന വിഷയം അദ്ദേഹം പറഞ്ഞതാണെന്നാണ് കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ മനസ്സിൽ പേറിയിരുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനിയിപ്പോ എന്ത് വേണം? മൂപ്പര് നേരെ SKSFന്റെ ഓഫീസിൽ പോണം. എന്നിട്ടോ എന്താ അനസ് മൗലവി വന്നത്? അല്ല, ഞാൻ മുമ്പ് നിങ്ങളെ വിമർശിച്ച് പറഞ്ഞിരുന്നു, അമ്പലക്കടവ് ഫൈസിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കോട്ടിമാറ്റാണ്, കളവ് പറയാണ്, അബ്ദുൽ ജബ്ബാർ മൗലവി ഉദ്ദേശിക്കാതെ അർത്ഥം പറഞ്ഞ് ശിർക്ക് ആരോപിക്കാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ക്ഷമിക്കണം, ഞങ്ങള് അബ്ദുറഹ്മാൻ സലഫി തൗഹീദ് 2012 പഠിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞതായിരുന്നു അത്.
അതുകൊണ്ടത് പിൻവലിക്കാനും നിങ്ങളോട് മാപ്പ് ചോദിക്കാനും കൂടി വന്നതാണ് എന്ന് പറഞ്ഞ് കുമ്പസരിക്കണമല്ലോ അനസ് മുസ്ലിയാരെ. പോയോ നിങ്ങള്? പോയിട്ടില്ലെങ്കിൽ പോകണം. നിങ്ങള് അകമ്പടി വാഹനത്തോടു കൂടി പോകണം. എറണാകുളത്ത് നിന്നൊരു 10-15 വണ്ടിയുടെ അകമ്പടിയോടെ SKSS ഓഫീസിലേക്ക് നിങ്ങൾക്ക് സ്വീകരണം തരും. എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ്. ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങളിതാ വിഴുങ്ങിയിരിക്കുന്നു, ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു, മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ SKSSFന്റെ ഓഫീസിൽ പോയി കുമ്പസരിക്കണം. കാരണം നിങ്ങളാണല്ലോ പറഞ്ഞത്, നിങ്ങളാണല്ലോ അമ്പലക്കടവ് പൈസയോട് പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴാ പറഞ്ഞെടുത്ത് നിൽക്കുകയാണ്. അന്നാ പറഞ്ഞത് ശരിയാണ്. അനസ് മുസ്ലിയാർ പ്രസംഗിച്ചത് സത്യമാണ്, പ്രമാണബദ്ധമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളത് വിഴുങ്ങി. അല്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് എന്ന് നിങ്ങൾ എടവണ്ണയിൽ വെച്ച് മുശ്രിക്കാക്കൽ സമ്മേളനത്തിൽ പറഞ്ഞുപോയി. അപ്പോ മൂപ്പര് പറയാണ് ഇതൊക്കെ പണ്ടേ ഉള്ള ചോദ്യങ്ങളാണ്. ആരെ ചോദ്യങ്ങള്? ഖുബൂരികളുടെ ചോദ്യങ്ങള്. എന്തൊക്കെയാ ചോദ്യം? കേട്ടോളൂ. എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാഹ് എന്നില്ലേ അമറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിലും ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അഗീസ് അഗീസ് എന്ന് ചോദിച്ചില്ലേ? അഗീസ് അഗീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാ. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. കണ്ടോ? അപ്പൊ യാ ഇബാദല്ലാഹ് എന്നില്ലേ? ഏതാ യാ ഇബാദല്ലാഹ്? യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന് മൗർഭൂമിയിൽ വെച്ച് വിളിച്ചു പറയാൻ പറയുന്ന ഹദീസില്ലേ? അത് പണ്ടേ ഖുബൂരികൾ ചോദിക്കാറുണ്ട്. ഹാജറാ ബീവി അഗിസ് അഗിസ് ഇൻകാന ഇൻദക ഗവാസ്, മലക്കന്റെ ശബ്ദം കേട്ടപ്പോ നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചതില്ലേ? സുലൈമാൻ നബി സദസ്സിലുള്ള ജിന്നുകളോട് സംസാരിച്ചില്ലേ? ഇതൊക്കെ പണ്ടേ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് പണ്ടേ കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതെന്താ? അവിടെയൊന്നും കാര്യകാരണ ബന്ധത്തിന് അതീതമായ സഹായതേട്ടമില്ല, പ്രാർത്ഥനയില്ല, അഭൗതികതയില്ല. അത് മുജാഹിദുകൾ പണ്ടേ കൊടുക്കുന്ന മറുപടിയാണ്. അത് തന്നെയാണ് ശബാബിൽ വന്നതും.